ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിലെ 5th യൂണിറ്റിലെ 2nd ചാപ്റ്ററാണ്. അതൊരു പോയമാണ്. പോയത്തിൻ്റെ നെയിം കേജ്ഡ് ബേർഡാണ്. റിട്ടേൺ ചെയ്തിട്ടുള്ളത് മായ ഏഞ്ചലോ. അവരൊരു അമേരിക്കൻ പോയറ്റാണ്. അവർ മാത്രമല്ല സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റാണ്, മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ദെൻ അവരുടെ മിക്ക വർക്കിലും സെൻട്രൽ തീമായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഐഡൻറ്റിറ്റി, റേസിസം ആൻഡ് റെസീലിയൻസ്. അതായത് വർണ്ണവിവേചനം, അതുപോലെയുള്ള വിവേചനങ്ങൾ, അല്ലെ, കളർ ഡിസ്ക്രിമിനേഷൻ പോലത്തെ കാര്യങ്ങൾ, അതുപോലെ അതിജീവനത്തിൻ്റെ കഥകൾ, അതൊക്കെയാണ് അവരുടെ മിക്ക വർക്കിലും സെൻട്രൽ തീമായിട്ട് കാണാറുള്ളത്. സോ ലെറ്റ്സ് സീ അവർ ന്യൂ ചാപ്റ്റർ കേജ്ഡ് ബേർഡ്, റിട്ടൺ ബൈ മായ ഏഞ്ചലോ. A free bird leaps on the back of the wind and floats downstream till the current ends and dips his wing in the orange sun rays and dares to claim the sky. അതിന് മുന്നായിട്ട് മിസ് പറയട്ടെ, ഈ പോയത്തിലൂടെ നമ്മൾ മായ ഏഞ്ചലോ പറയുന്നത്, അവർ പറയാണ്, ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്. എന്തുകൊണ്ടാണ് കൂട്ടിലകപ്പെട്ട പക്ഷികൾ പാടുന്നത് എന്ന് എനിക്കറിയാം എന്നാണ് അവർ അതാണ് അവർ സൊസൈറ്റിയിൽ കൺവേ ചെയ്യുന്നത്. അതായത് പാറിപ്പറക്കുന്ന ഫ്രീ ബേർഡ്സ് പാടിപ്പറന്ന്, അല്ലെ, അവർക്ക് എല്ലാത്തിനും ഫ്രീഡം ഉണ്ട്, അവരുടെ എൻജോയ്മെൻറ്റ്, അവരുടെ ഹാപ്പിനെസ് ഒക്കെ പാടി തീർക്കുന്നുണ്ട്. പക്ഷേ കൂട്ടിലകപ്പെട്ട കിളികളും, അല്ലേ, കേജ്ഡ് ബേർഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിലകപ്പെട്ട കിളികളാണ്, അല്ലേ, അവരും പാട്ട് പാടുന്നുണ്ട്. അത് അവരെന്തുകൊണ്ടായിരിക്കും? സന്തോഷം കൊണ്ടായിരിക്കുമോ, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുമോ എന്നുള്ളത് എനിക്കറിയാം എന്നാണ് മായ ഏഞ്ചലോ പറയുന്നത്. ഇവിടെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. ഇവിടെ ഫ്രീ ബേർഡ്സും അതുപോലെ കേജ്ഡ് ബേർഡ്സും, ഫ്രീ ആയിട്ട് പാറിപ്പറന്ന് നടക്കുന്ന പക്ഷികളെയും അതുപോലെ കൂട്ടിലകപ്പെട്ട കിളികളുടെയും അവരുടെ ഫ്രീഡം, അല്ലെങ്കിൽ അവരുടെ ഫ്രീ ബേർഡ്സിൻ്റെ ആ ഫ്രീഡവും അതുപോലെ കേജ്ഡ് ബേർഡ്സിന് അനുഭവിക്കുന്ന സ്ട്രഗ്ലിങ്സും ഇതൊക്കെ കൂടി കമ്പയർ ചെയ്യുകയാണ് ഈ ഒരു പോയത്തിലൂടെ. കമ്പാരിസണാണ് നമ്മൾ പോയത്തിലൂടെ കാണുന്നത്. അതായത് ഇവിടെ ഫ്രീ ബേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിവിലേജ്ഡ് പീപ്പിൾ, അതായത് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഫ്രീഡം കിട്ടിയിട്ടുള്ള ആൾക്കാർ. അതുപോലെ കേജ്ഡ് ബേർഡ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒപ്രസ്ഡ് ആയിട്ട് അടിച്ചമർത്തപ്പെട്ട പീപ്പിൾസിനെയാണ് കേജ്ഡ് ബേർഡ് എന്നതുകൊണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിവിലേജ്ഡ് പീപ്പിൾസിൻ്റെയും അതുപോലെ ഒപ്രസ്ഡ് പീപ്പിൾസിൻ്റെയും ഒരു കമ്പാരിസണാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഒപ്രസ്ഡ് പീപ്പിൾസ്, അടിച്ചമർത്തപ്പെട്ട ആൾക്കാരുടെ സഫറിങ്സ്, അവരുടെ കഷ്ടപ്പാടുകൾ, അതും നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഭയങ്കര ഫ്രീ ആയിട്ട് ഫ്രീഡം കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ആ ഒരു ഫ്രീഡവും അവരുടെ എൻജോയ്മെൻറ്റും അതും നമുക്കിതിലൂടെ ഈ പോയത്തിലൂടെ കാണിച്ചു തരികയാണ് നമ്മളുടെ മായ ഏഞ്ചലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ ഫ്രീ ബേർഡാണ് പറയുന്നത്, അല്ലേ, അതായത് ഫ്രീ ബേർഡ്സിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഫ്രീ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് എല്ലാത്തിനും ഫ്രീ ആണല്ലേ. അവരിങ്ങനെ ഫ്രീ ബേർഡ് ലീപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിച്ച് ചാടുക, അല്ലെങ്കിൽ എത്ര ഉയരത്തിൽ വേണമെങ്കിലും കുതിച്ച് പറന്നുയരുകയാണ് അവർ ചെയ്യുന്നത്, അല്ലേ. ലീപ്പ് മീൻസ് കുതിച്ച് ചാടുക എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അതായത് വളരെ അടിച്ച് പൊളിച്ച് അവർ ആകാശമുട്ടെ പറന്ന് ഉയർന്നുകൊണ്ടിരിക്കും, അല്ലേ. അവർക്ക് ഒരു പേടിയില്ല, അവർക്ക് ഫുൾ ഫ്രീഡമാണ്. അതുപോലെ തന്നെ അവർ ആകാശം മുട്ടേ പറക്കുന്നു, അതുപോലെ താഴേക്ക് അവർ എന്ത് ചെയ്യുന്നു, ഫ്ലോട്ട്സ് ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ താഴേക്ക് അവർ ഒഴുകി ആ ഒരു കാറ്റിൻ്റെ ഒഴുക്കിൽ അവരിതുപോലെ താഴേക്ക് പറന്ന് താഴേക്ക് വരുന്നു. എല്ലാത്തിനും പറയുന്നത്, എവിടേക്ക് പോകാനും അവർക്ക് ഫ്രീഡമാണ്. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഫ്രീ ബേർഡ്സിനെ സംബന്ധിച്ച് ഇല്ല, അല്ലേ. കൂട്ടിലകപ്പെട്ട കിളികളാകുമ്പോൾ അവർക്കൊന്നിനും പറ്റില്ല, ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഫ്രീ ബേർഡ്സിനെ സംബന്ധിച്ച് അവരെല്ലായിടത്തും അവർക്ക് ഇങ്ങനെ പാറിപ്പറന്ന് ഉല്ലസിച്ച് നടക്കാം. യെസ്, ദ ഓറഞ്ച് സൺ റേസ് ആൻഡ് ഡെയേഴ്സ് ടു ക്ലെയിം ദ സ്കൈ, അല്ലേ. അവർ ആകാശമുട്ടെ എങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. അവർക്ക് ഒന്നിനും ഒരു പേടിയില്ല, അവർക്ക് ധൈര്യമാണ്, അല്ലേ. അവർക്ക് ധൈര്യത്തോടു കൂടി ആരെയും പേടിക്കാതെ ഭയമില്ലാതെ അവർക്ക് എന്ത് ചെയ്യാം, പാറിപ്പറന്ന് ഉല്ലസിച്ച് അവരുടെ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കാം, അല്ലേ. അപ്പോൾ ഇവിടെ പ്രിവിലേജ്ഡ് പീപ്പിളിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഫ്രീ ബേർഡ്സ് ഇൻഡിക്കേറ്റ് ടു പ്രിവിലേജ്ഡ് പീപ്പിൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡ് എക്സ്പ്ലനേഷനാണ്. ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് എ ഫ്രീ ബേർഡ് എൻജോയിങ് കംപ്ലീറ്റ് ഫ്രീഡം, അല്ലേ. അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്, അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്, ആരെയും പേടിക്കേണ്ട. ദ ബേർഡ് ലീപ്സ് ഇൻ ടു ദ എയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി വിൻഡ് ആൻഡ് ഫ്ലൈസ് സ്മൂത്ത്ലി അലോങ് ദ direction of the wind stream. It continues to fly freely until the
wind, current slows down or ends. The bird touches the orange-colored sunlight with its wings, showing how high and fearlessly it can fly. It behaves as if it owns the entire sky, symbolizing confidence, independence and limitless freedom. അല്ലേ? അപ്പോൾ എന്താണ്, അവർക്ക് ഇങ്ങനെ ഫുൾ ഫ്രീഡമാണ്. അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. അവർക്ക് എവിടെ വേണമെങ്കിലും ആകാശം മുട്ട പറക്കാം, താഴേക്ക് വരാം, എന്തും അവർക്ക് ചെയ്യാം. അതിനൊക്കെയുള്ള ഫ്രീഡം ഉണ്ട്. അതെന്താണ് ഈ പറയുന്നതൊക്കെ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? അവർക്ക് നല്ല കോൺഫിഡൻസ് ആണ് അല്ലേ? ഭയങ്കര കോൺഫിഡൻസ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. അതുപോലെ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. ആരെയും ആശ്രയിക്കാതെ, ആരെയും ഭയപ്പെടാതെ, ആരെയും പേടിക്കാതെയാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ അവർക്ക് ലിമിറ്റ്ലെസ് ഫ്രീഡമാണ്. ഫ്രീഡം അങ്ങനെ അതിർവരമ്പുകളില്ലാത്ത ഫ്രീഡം അവർക്കുണ്ട്, സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റാൻസയിലൂടെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ കേട്ടോ. സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? കേജ്ഡ് ബേർഡ്, കൂട്ടിലകപ്പെട്ട കിളികളുടെ അവസ്ഥകളാണ് കേട്ടോ. ബട്ട് എ ബേർഡ് ദാറ്റ് stalks down his narrow cage can seldom see through his bars of rage. His wings are clipped and his feet are tied, so he opens his throat to sing. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? കേജ്ഡ് ബേർഡിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? കേജ്ഡ് ബേർഡിനെ സംബന്ധിച്ചാണെങ്കിലോ അവരൊരു നേരോ കേജിനുള്ളിലാണ് അല്ലേ? ഒരു ചെറിയൊരു ഇടുങ്ങിയൊരു കൂട്ടിനുള്ളിലാണ്. അപ്പോൾ അവിടെ അവർക്ക് ഇങ്ങനെ ഫ്രീ ബേർഡ്സിനെ പോലെ പറക്കാനൊന്നും കഴിയില്ല അല്ലേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെല്ലെ ഒന്നും ഇങ്ങനെ നടക്കാം, അത്ര മാത്രമേ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മൂവ് ചെയ്യാം എന്ന് മാത്രമേ പറ്റുള്ളൂ അല്ലേ? സ്റ്റോക്സ് മീൻസ് വാക്കിങ്. ആ ഒരു നേരോ കേജിൻ്റെ ആ ഒരു ഇടുങ്ങിയ കൂടിനുള്ളിൽ അവരെന്ത് ചെയ്യണം? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക, അല്ലാതെ അവർക്ക് വേറെ ഒരു മാർഗവുമില്ല. ക്യാൻ സെൽഡം സീ ത്രൂ ഹിസ് ബാർസ് ഓഫ് റേജ് അല്ലേ? അവർ ആ കിളിക്കൂടിൻ്റെ ഇരുമ്പഴിക്കുള്ളിൽ, ബാഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പഴിക്കുള്ളിൽ അവരെന്ത് ചെയ്യാണ്? ഇങ്ങനെ ആ ഒരുള്ള സ്ഥലത്ത് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അതൊന്നും അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നുന്നുമില്ല അല്ലേ? അവരുടെ ഉള്ള സ്ഥലം അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ ഒരു അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കഴിയുന്നു അവർ. ഹിസ് വിങ്സ് ആർ ക്ലിപ്പ്ഡ് അല്ലേ? അവരുടെ ചിറകുകളൊക്കെ എന്ത് ചെയ്യാണ്? കട്ട് ചെയ്താണ്, വെട്ടി മാറ്റുകയാണ്. അതായത് കുറച്ച് ഭാഗം അങ്ങനെ കട്ട് ചെയ്യണം, അധികം ദൂരത്തേക്ക് എന്ത് ചെയ്യാതിരിക്കാൻ, പറന്നുയരാതിരിക്കാൻ. ആൻഡ് ഹിസ് ഫീറ്റ് ആർ ടൈഡ്, അവരുടെ കാലുകൾ കെട്ടിയിടുന്നുണ്ട് അല്ലേ? പറന്നു പോവാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ കെട്ടിയിടുന്നു. സോ ഹി ഓപ്പൺസ് ഹിസ് ത്രോട്ട് ടു സിങ്. അങ്ങനെയൊക്കെ ആണെങ്കിലും കൂട്ടിലകപ്പെട്ടിരിക്കുന്നു, അവർക്ക് പറക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ആ നേരോ കേജിനുള്ളിൽ അവരിങ്ങനെ ഉള്ള സ്ഥലത്ത് അവരിങ്ങനെ എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മാത്രമല്ല അവരുടെ ചിറകുകളൊക്കെ വെട്ടി അല്ലേ? കുറച്ച് ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അവർ കൂടുതൽ ഉയരത്തിൽ പറക്കാതിരിക്കാൻ. മാത്രമല്ല അവരുടെ കാലുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. എന്നാൽ പോലും അവരെന്താണ്? അപ്പോൾ അവരുടെ എല്ലാ ഫ്രീഡം അവിടെ ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? എന്നാൽ പോലും അവരെന്ത് ചെയ്യാണ്? കൂട്ടിലകപ്പെട്ട കിളികളും എന്ത് ചെയ്യുന്നുണ്ട്? പാട്ട് പാടുന്നുണ്ട് അല്ലേ? എന്തിനായിരിക്കും അവരുടെ ആ പാട്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെ സഫർ ചെയ്താലും അവർ പാട്ട് പാടുന്നുണ്ട്. അത് വേദനയുടെ പാട്ടാണോ മറ്റേ സന്തോഷത്തിൻ്റെ പാട്ടാണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അല്ലേ? അതായത് ഇവിടെ നമ്മളെന്താ കാണുന്നത്? ഒപ്രസ്ഡ് ആയിട്ടുള്ള, അത് അടിച്ചമർത്തപ്പെട്ട ആൾക്കാരെയാണ് നമ്മളിവിടെ കാണുന്നതിൽ. ഈ ഒരു കേജ്ഡ് ബേർഡിൽ നമ്മൾ അവരെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ കൂടെ നമ്മൾ കാണുകയാണ്. അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് എങ്ങനെയാണ്? എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ആണ് അല്ലേ? അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഉണ്ടായിരിക്കുക അല്ലേ? അടിമകളെ പോലെയാണ് അവർ ജീവിക്കുക. അവർ ഈ കൂട്ടിലകപ്പെട്ട കിളികളെ പോലെ എല്ലാത്തിനും ഒരു അതിർവരമ്പുകൾ അവർക്ക് വേണ്ടിയിട്ട് അധികാരികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ആ അധികാരികൾ പറയുന്നതിലപ്പുറത്തേക്ക് ഒന്നും തന്നെ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. പക്ഷേ എന്നാൽ പോലും അവരെന്ത് ചെയ്യും? അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പാട്ട് രൂപേണയോ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രതിഷേധിച്ചു കൊണ്ടിരിക്കും അല്ലേ? യെസ്, അതാണ് എത്രയൊക്കെ ചിറക് വെട്ടിയാലും കാല് കെട്ടിയാലും കൂട്ടിനുള്ളിൽ അകപ്പെടുത്തിയാലും ഒക്കെ എന്തായാലും അവർക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു അതിർവരമ്പുകൾക്കുള്ളിൽ അവർ അവരുടേതായ രീതിയിൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യും, അവർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കും. അതാണ് ഇവിടെ സിംഗ് കൊണ്ട് അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Stanza, second explanation നോക്കുക. In this stanza, the poet describes a caged bird who lives a life of suffering and restrictions അല്ലേ? ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അവർ ആ ഒരു കേജിൻ്റെ ഉള്ളിൽ, ആ ഒരു കൂട്ടിനുള്ളിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് അധികാരികളുടെ മുന്നിൽ ഒരുപാട് അവരെന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. The bird walks sadly inside a small cage because
it has no space to fly. The metal bars of the cage feel like bars of anger. അല്ലേ, ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഹിസ് ബാർസ് ഓഫ് റേജ്. അല്ലേ, അതെന്താ, റേജ് മീൻസ് എന്താണ്, ആങ്കർ, ദേഷ്യത്തിൻ്റെ ബാറ്, അതായത് ദേഷ്യത്തിൻ്റെ ഇരുമ്പഴിക്കുള്ളിലാണ് അവരതിൽ എന്താണ് ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് തോന്നുകയാണ്, ഈ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ആ ഇരുമ്പഴി കാണുമ്പോൾ തോന്നുകയാണ് ഇത് അധികാരികളുടെ അല്ലെങ്കിൽ ഞങ്ങളെ ഈ കൂട്ടിൽ അകപ്പെട്ട ആൾക്കാരുടെ ദേഷ്യമാണ് ഈ ഓരോ ഇരുമ്പഴികളും എന്ന് ഓരോ പക്ഷികൾക്കും അല്ലെങ്കിൽ ഓരോ ഒപ്രസ്ഡ് പീപ്പിൾസിനും തോന്നുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ ദ മെറ്റൽ ബാർസ് ഓഫ് ദ കേജ് ഫീൽ ലൈക്ക് ബാർസ് ഓഫ് ആങ്കർ സിംബലൈസിങ് ദ ബേർഡ്സ് ഫ്രസ്ട്രേഷൻ ആൻഡ് ഹെൽപ്ലെസ്നെസ്. അല്ലെ, അവർക്ക് എന്ത് ചെയ്യാൻ ഈ ബാർസ് ഓഫ് റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, സിംബലൈസ് ചെയ്യുന്നത് എന്താണ്, അവർക്ക് എന്താണ്, അവരുടെ ഫ്രസ്ട്രേഷൻ, ബേർഡ്സിൻ്റെ ഫ്രസ്ട്രേഷൻസും അവർക്ക് സഹായിക്കാൻ ആരുമില്ല. അല്ലേ, അവർ ഹെൽപ്ലെസ്നെസ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വിങ്സ് ആർ കട്ട്. അല്ലേ, അവരുടെ വിങ്സ് ഒക്കെ കട്ട് ചെയ്യുന്നു. ഫീറ്റ് ആർ ടൈഡ് ഷോയിങ് ദാറ്റ് ഇറ്റ് ഹാസ് നോ ഫ്രീഡം അറ്റ് ഓൾ. അവർക്ക് ഒരു ഫ്രീഡം ഇല്ല എന്നാണ് ആ ഒരു ലൈൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഈവൻ ദോ ദ ബേർഡ് കനോട്ട് ഫ്ലൈ, ഇറ്റ് സ്റ്റിൽ സിങ്സ് ദ സോങ് എക്സ്പ്രസ് ഇറ്റ്സ് പെയിൻ, ലോങ്ങിങ് ഫോർ ഫ്രീഡം ആൻഡ് ഹോപ്പ്. ദ ബേർഡ്സ് വോയിസ് ബിക്കംസ് ദ ഓൺലി വേ ടു എക്സ്പ്രസ് ഇറ്റ്സ് ഡ്രീം. എത്രയൊക്കെ അവരുടെ ഫ്രീഡം കട്ട് ചെയ്താലും അവരെന്ത് ചെയ്യാണ്, അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഒരു നാൾ അധികാരികൾ ഞങ്ങൾക്ക് മുന്നിൽ കണ്ണു തുറക്കും, ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ഫ്രീ ബേർഡ്സിനെ പോലെ സന്തോഷത്തോടെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ സാധിക്കും, ഒരു നാൾ ഞങ്ങൾക്കും ഫ്രീഡം കിട്ടും എന്ന ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ കൂട്ടിലകപ്പെട്ട ഓരോ കേജ്ഡ് ബേർഡ്സും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ മായ ഏഞ്ചലോ തോന്നുന്നത് കേട്ടോ. യെസ്, നെക്സ്റ്റ് സ്റ്റാൻസയിൽ എന്താ, ദ കേജ്ഡ് ബേർഡ് സിങ്സ് വിത്ത് ഫിയർഫുൾ ട്രിൽ ഓഫ് തിങ്സ് unknown but longed for still, and his tune is heard on the distant hill, for the caged bird sings of freedom. ഈ കേജ്ഡ് ബേർഡ്, കൂട്ടിലകപ്പെട്ട ഓരോ കിളികളും പാട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞ നേരത്തെ സ്റ്റാൻസിൽ അല്ലേ, അതിങ്ങനെയാണ് ഒരു ഫിയർഫുൾ ട്രില്ലായിട്ടാണ്, അതായത് ട്രിൽ മീൻസ് ശബ്ദം, സ്വരം, പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയത്തോടു കൂടിയുള്ള സ്വരത്തോടെയാണ്, ശബ്ദത്തോടെയാണ് അവരെന്ത് ചെയ്യുന്നത്, പാട്ട് പാടുന്നത്. പിന്നെയോ അവരെന്തിനാണ് സഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അവരെ കൂട്ടിലകപ്പെട്ടിരിക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല. അതാണ് ഇവിടെ പറയുന്നത്, അൺനോൺ തിങ്സിന് അല്ലേ, അവർ പോലും അറിയാത്ത കാര്യത്തിനാണ് അവരുടെ ഫ്രീഡം നഷ്ടപ്പെടുത്തിയിരിക്കുന്നതും ഫ്രീഡം കട്ടാക്കിയിട്ടുള്ളതും അല്ലേ, അവരൊരു കൂട്ടിലകപ്പെട്ട കിളികളെ പോലെ ആക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അൺനോൺ തിങ്സ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കളർ ഡിസ്ക്രിമിനേഷൻ അല്ലേ, വർണ്ണ വിവേചനത്തിൻ്റെ പേരിലായിരിക്കും അവരെ ഒറ്റപ്പെടുത്തുകയും അവരുടെ ഫ്രീഡം കട്ടാക്കിയതൊക്കെ. അത് അവരുടെ കാരണം കൊണ്ടല്ല അല്ലേ, അവരെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് അവർക്ക് ആ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് അൺനോൺ തിങ്സ് എന്ന് പറയുന്നത്. അവർ പോലും അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെ സൊസൈറ്റിയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നത് അല്ലേ. ഒരു എന്താണ്, കൂട്ടിലകപ്പെട്ട കിളികളെ പോലെ അവരെ മാറ്റി നിർത്തപ്പെടുകയാണ് അല്ലേ, നല്ല നല്ല ജോലി ചെയ്യാനോ ഒന്നും, അല്ലെങ്കിൽ അവരുടേതായ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പിടിക്കാനോ ഒന്നും, എല്ലാത്തിനും അവർക്കൊരു റെസ്ട്രിക്ഷൻസ് അധികാരികൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ അൺനോൺ തിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോലും അവരെന്ത് ചെയ്യാണ്, അവരുടേതായ കാരണം കൊണ്ടല്ല അവർ ഇങ്ങനെ അവരുടെ ഫ്രീഡം ഒക്കെ കട്ടാക്കുന്നത്. എന്നാൽ പോലും അവർ ഭയത്തോടു കൂടിയാണെങ്കിലും അവർ പേടിയോടു കൂടിയാണെങ്കിലും അവർ പാട്ട് പാടുകയാണ് അല്ലേ. ആ ഒരു എന്താണ്, അതിർവരമ്പുകൾക്കുള്ളിൽ അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹിസ് ട്യൂൺ ഈസ് ഹിയർഡ് ഓൺ ദ ഡിസ്റ്റൻറ്റ് ഹിൽ, ഫോർ ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം. എന്നാൽ പോലും അവർ പാട്ട് പാടുന്നത് എങ്ങനത്തെ പാട്ടാണ്, ഡിസ്റ്റൻറ്റ് ഹിൽ, അതായത് അത്രയും സ്ട്രോങ് ആണ് അവരുടെ സോങ്ങിലുള്ള ഓരോരോ വാക്കുകളും അത്രയും സ്ട്രോങ് ആണ് എന്ന് കാണിക്കാനാണ് എന്ത് ഡിസ്റ്റൻറ്റ് ഹിൽ എന്ന് പറയുന്നത്. അതായത് ദൂരെയുള്ള കുന്നിൻ ചെരുവിലേക്ക് പോലും എന്താണ് കേൾക്കത്തക്ക രീതിയിൽ എന്നൊക്കെ പറയുന്നത് എന്താണ്, അവരുടെ ആ ഓരോ പാട്ടിൻ്റെയും ഓരോ വരികളുടെയും അർത്ഥം, മീനിങ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് എന്നാണ് അവിടെ കാണിക്കുന്നത്. എന്നാലും അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഒരു നാൾ അവർക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി പാടുന്ന ഒരു പ്രതിഷേധ ഗാനമാണ് എന്നാണ് നമ്മളുടെ മായ ഏഞ്ചലോ പറയുന്നത്. കൂട്ടിലകപ്പെട്ട കിളികൾ പാട്ട് പാടുന്നത് പ്രതിഷേധിച്ചുകൊണ്ടാണ്, അല്ലാതെ അവർ സന്തോഷിച്ചുകൊണ്ടല്ല അല്ലേ. ഒരു പ്രതിഷേധമാണ്. ഓരോ ഒപ്രസ്ഡ് പീപ്പിളും എന്ത് ചെയ്യുന്നത്, പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. stanza 3 explanation നോക്കിയാൽ, the poet repeats that the caged bird sings with fear in its voice, a fearful trill, showing that it is afraid but still hopeful, even though the bird has never experienced
true freedom thinks unknown. It still dreams of it and longs for a life where it can fly freely. The caged bird sings with a fearful trill of things unknown but longed for still, and his tune is heard on the distant hill, for the caged bird sings of freedom. The bird's song travels far, even reaching a distant hill, symbolizing that its cry for freedom is powerful and cannot be ignored. Its song is not just music, it is a protest, a prayer, and a symbol of hope. The caged bird sings because its voice is the only freedom it has, and the song represents its deep desire for liberation. അല്ലേ? അപ്പോൾ എന്താണ്, അവർ കൂട്ടിലകപ്പെട്ട കിളികൾ പാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഭയത്തോടു കൂടിയാണെങ്കിലും അല്ലേ. ചിലപ്പം എന്താണ്, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അവരെ പോലെ സഹിക്കുന്ന സഫർ ചെയ്യുന്ന ബാക്കിയുള്ളവർക്കെങ്കിലും ഫ്രീഡം കിട്ടിക്കോട്ടെ എന്ന് കരുതി അവരെന്ത് ചെയ്യാണ്, ധൈര്യം സംഭരിച്ച് അവർ പ്രൊട്ടസ്റ്റിക് സോങ്, അതായത് പ്രതിഷേധ ഗാനം പാടിക്കൊണ്ടിരിക്കുകയാണ് അധികാരികളുടെ കണ്ണ് തുറക്കുന്നത് വരെ. അവർക്കും ഒരു ലിബറേഷൻ അല്ലേ, അതായത് ഒരു എന്താണ്, മോചനം, ഇതിൽ നിന്നും ഈ അടിമത്തത്തിൽ നിന്നും ഒരു മോചനം വേണമെന്ന പ്രതീക്ഷയോടെ ഹോപ്പോട് കൂടിയിട്ട് അവർ പാടുന്ന പ്രൊട്ടസ്റ്റിക് സോങ് ആണ് എന്ത്, ഓരോ കിളികളും പാടുന്നത്, കൂട്ടിലകപ്പെട്ട ഓരോ കിളികളും പാടുന്നത് എന്നാണ് തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത് കേട്ടോ. ഫോർത്ത് സ്റ്റാൻസയിൽ the free bird thinks of another breeze, and the trade winds soft through the sighing trees, and the fat worms waiting on a dawn bright lawn, and he names the sky his own. വീണ്ടും ഫ്രീ ബേഡ്സിനെ പറ്റി, അതായത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഫ്രീഡം കിട്ടിയിട്ടുള്ള ജനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഫ്രീ ബേഡ്സ് ആകുമ്പോഴെങ്ങനെയാണ് അവർ അവരവരുടെ ഫ്രീഡം അടിച്ച് പൊളിക്കുകയാണ്, എൻജോയ് ചെയ്യുകയാണ്. അവർ അനദർ ബ്രീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ബ്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അനദർ എൻജോയ്മെൻറ്റ്. ഫ്രീഡം കിട്ടിയവർക്ക് എന്താണ്, ഫുൾ ഫ്രീഡമാണ് അല്ലേ, അവർക്ക് ഫുൾ ഫ്രീഡമാണ്, എല്ലാത്തിനും അവർ എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ അവരിങ്ങനെ ഇനി അടുത്ത് ഞാൻ ഇത്രയും നേരം ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എൻ്റെ അടുത്ത എൻജോയ്മെൻറ്റ് എന്താണ്, എൻ്റെ അനദർ ബ്രീസ് മീൻസ് കുളിർക്കാറ്റ് അല്ലേ, എൻ്റെ അടുത്ത എൻജോയ്മെൻറ്റ് എന്താണ് എന്നും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ ഫ്രീ ബേഡ്സും. പിന്നെയോ ട്രേഡ് വിൻസ് ഓഫ് ത്രൂ ദ സൈയിങ് ട്രീസ് അല്ലേ, അവർക്ക് എന്താണ്, അവരിങ്ങനെ പാറി ഉല്ലസിച്ച് പാറിപ്പറന്ന് മരങ്ങൾക്കിടയിലൂടെ ആകാശത്തൂടെ എവിടെ വേണമെങ്കിലും അവരിങ്ങനെ പാറി നടക്കുകയാണ്. ഫാറ്റ് വേംസ് വെയിറ്റിംഗ് ഓൺ എ ഡൗൺ ബ്രൈറ്റ് ലോൺ അല്ലേ, രാവിലെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഫുഡ് അവരുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് എന്താണ്, നല്ല ഫാറ്റ് വേംസ്, അതായത് നല്ല തടിയൻ പുഴുക്കൾ അവിടെ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ പ്രഭാതം എന്താണ്, ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലി മോർണിംഗിൽ തന്നെ എന്ത് ചെയ്യണം, ഫാറ്റ് വേംസ് ഒക്കെ അവരങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഭക്ഷണമാണ് ഫാറ്റ് വേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് അവിടെയൊക്കെ പറയുന്നത്, അവർക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് എത്തിപ്പിടിക്കാം. അവർക്ക് ഫുഡൊക്കെ ഈസി ആക്സസിബിൾ ആണ് അല്ലേ, അവർക്കൊക്കെ ഫുഡ് ഇഷ്ടം പോലെയാണ്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഫ്രീഡം കിട്ടിയിട്ടുള്ള ജനങ്ങൾക്ക് അല്ലേ. അതുപോലെ ആൻഡ് ഹി നെയിംസ് ദ സ്കൈ ഹിസ് ഓൺ അല്ലേ, അവർ പറയുകയാണ് ആകാശം അവരുടേതെന്ന രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതായത് ഇപ്പോൾ കിളികൾ തന്നെ മാനം മുട്ടെ പറന്നുയരുകയാണ് അല്ലേ, ഇപ്പം എന്താണ്, സ്കൈ അവരുടേതെന്ന രീതിയിലാണ് അവരുടെ ജീവിതം. അത്രയും എന്താണ്, ലോകം മുഴുവൻ അവരുടെ കൈക്കുള്ളിലാണ് എന്നുള്ള രീതിയിലാണ് ഓരോ ഫ്രീഡം കിട്ടിയിട്ടുള്ള ഓരോ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ജനങ്ങളും ജീവിച്ച് അത്രയും എൻജോയ് ചെയ്താണ് അവരുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഫോർത്ത് സ്റ്റാൻസയുടെ എക്സ്പ്ലനേഷൻ ആണ്. ഇൻ ദ സ്റ്റാൻസ the poet continues to describe the free bird who enjoys everything that life offers. The bird can imagine another breeze, meaning it always has opportunities and the freedom to explore new places. It feels the soft trade winds moving gently through the trees, which shows a peaceful and comfortable environment. The free bird also thinks about food that is easily available, the fat worms waiting on the grass in the early morning. Because everything is accessible to it, fresh air, food, open sky, the bird feels that the whole sky belongs to him. It has confidence, power and complete independence അല്ലേ. അപ്പോൾ എന്താ ഈ ഒരു സ്റ്റാൻസയിൽ കാണുന്നത്, അവർക്ക് ഫുൾ ഫ്രീഡമാണ്, അവർക്ക് എല്ലാം ഈസിലി ആക്സസിബിൾ ആണ് അല്ലേ. ഫ്രഷ് എയർ കിട്ടുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവർക്ക് ആഗ്രഹം പോലെ കഴിക്കാം. പിന്നെന്താണ്, ആകാശം തന്നെ ലോകം മുഴുവൻ അവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് എന്താണ്, അവർക്ക് ഈ ഒരു സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത് എന്താണ്, ഫ്രീ ബേഡ്സ് എപ്പോഴും കോൺഫിഡൻ്റ് ആണ്, എന്ത് ചെയ്യാനും കോൺഫിഡൻ്റ് ആണ്, എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഇല്ല. അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് അവർക്ക്. പിന്നെ പല പവർ, അധികാരം, അവർക്ക് എല്ലാത്തിനും പവർ ഉണ്ട്. പിന്നെയോ
എന്തും ചെയ്യാം അല്ലേ, ആരും അവരുടെ അടുത്ത് ഒരു റെസ്ട്രിക്ഷൻസും വെച്ചിട്ടില്ല. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ് അല്ലേ, ആരെയും ആശ്രയിക്കാതെ ഫുൾ ഫ്രീഡത്തോടു കൂടിയാണ് അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്യുന്നത്. യെസ്. അടുത്ത 5th സ്റ്റാൻസിൽ എന്താ, ബട്ട് എ കേജ്ഡ് ബേർഡ് സ്റ്റാൻഡ്സ് ഓൺ ദ ഗ്രേവ് ഓഫ് ഡ്രീംസ്, ഹിസ് ഷാഡോ ഷൗട്ട്സ് ഓൺ എ നൈറ്റ് മെയർ സ്ക്രീം, ഹിസ് വിങ്സ് ആർ ക്ലിപ്ഡ് ആൻഡ് ഹിസ് ഫീറ്റ് ആർ ടൈഡ്, സോ ഹി ഓപ്പൺസ് ഹിസ് ത്രോട്ട് ടു സിങ്. എന്താ, പക്ഷേ ഇതുവരെ നമ്മൾ എന്താ 4th സ്റ്റാൻസിൽ ഫ്രീ ബേർഡ്സിനെ പറ്റിയിട്ടാണ്, പ്രിവിലേജ്ഡ് പീപ്പിളെ പറ്റിയിട്ടാണ് പറഞ്ഞെങ്കിൽ ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, കേജ്ഡ് ബേർഡ്സ്, ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, അടിച്ചമർത്തപ്പെട്ട ഓരോ ജനങ്ങളും അല്ലെങ്കിൽ കൂട്ടിലകപ്പെട്ട ഓരോ കിളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്കും മറ്റുള്ള ഫ്രീ ബേർഡ്സിനെ പോലെ അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പീപ്പിളിനെ പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ അവർക്കും ഉണ്ട് അല്ലേ, ഒരുപാട് ഉയരങ്ങളിലെത്തണം, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും ആഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും അവർ അടിച്ചമർത്തപ്പെട്ടവരാണ്, അവർക്കെല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രീംസ്, അവരുടെ എല്ലാ സ്വപ്നങ്ങളും അവർ ഒരു ഗ്രേവിനുള്ളിൽ കുഴിച്ചു മൂടിയിട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഗ്രേവ് മീൻസ് ശ്മശാനം, കുഴിമാടം എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഒരു കുഴിമാടത്തിനുള്ളിൽ, ഒരു ശ്മശാനത്തിനുള്ളിൽ കുഴിച്ചിട്ട അവസ്ഥയാണ്. ഒന്നും അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, റെസ്ട്രിക്ഷൻസ് ആണ് പല കാര്യങ്ങൾക്കും. ഹിസ് ഷാഡോ ഷൗട്ട്സ് ഓൺ എ നൈറ്റ് മെയർ സ്ക്രീം അല്ലേ, എങ്ങനെയാണ് അവരിങ്ങനെ രാത്രികളിൽ എന്താ ദുസ്വപ്നം കണ്ട് അല്ലേ, ദുസ്വപ്നം കണ്ട് പേടിച്ച് അലറിക്കരയുന്ന ഒരു ദുസ്വപ്നം കണ്ട് പേടിച്ച് കരയുന്ന അവസ്ഥയില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയാണ് അവർക്ക്. ഒന്നും ചെയ്യാൻ കഴിയാതെ, അവരുടെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാതെ, അവർക്ക് ആഗ്രഹിച്ചിടത്തേക്ക് പോകാൻ കഴിയാതെ, ആഗ്രഹിച്ച ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, അങ്ങനെ ആരുടെയോ ഒരു എന്താണ് നിർദ്ദേശത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു 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 പാവകളെ പോലെയാണ് അവർ അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, നൈറ്റ് മെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ദുസ്വപ്നം കണ്ടിട്ട് സ്ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലറിക്കരയുന്ന, ദുസ്വപ്നം കണ്ട് പേടിച്ച് അലറിക്കരയുന്ന ഒരു ആൾക്കാരുടെ അവസ്ഥയിലാണ് അവർ, ഓരോ കേജ്ഡ് ബേർഡ്സും അല്ലെങ്കിൽ ഓരോ ഒപ്രസ്ഡ് പീപ്പിളും. ഹിസ് വിങ്സ് ആർ ക്ലിപ്ഡ് ആൻഡ് ഹിസ് ഫീറ്റ് ആർ ടൈഡ് അല്ലേ, അവരുടെ നേരത്തെ പറഞ്ഞ അതേ ലൈന് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, റിപ്പീറ്റേഷനാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പം അവരുടെ ചിറകുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്, വെട്ടിയിട്ടുണ്ട്, അതുപോലെ അവരുടെ കാലുകൾ കെട്ടിയിട്ടിട്ടുണ്ട്, ടൈഡ് അല്ലേ, കെട്ടിയിട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്താണ്, ഈ ഒരു ലൈൻ എന്താണ് നമ്മൾ കാണിച്ചിരുന്നത്, അവരുടെ എല്ലാ ഫ്രീഡവും കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, അവരുടെ എല്ലാ ഫ്രീഡവും അവർ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇല്ലാണ്ടാക്കിയിരിക്കുകയാണോ അല്ലേ. അപ്പോൾ എന്നാൽ പോലും അവരുടെ എല്ലാ ഫ്രീഡവും കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യാണ്, പാട്ട് പാടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്, അവർ പാട്ട് നിർത്തുന്നില്ല. അവരുടെ ആ ഒരു പ്രതിഷേധഗാനം അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അധികാരികളുടെ കണ്ണ് തുറക്കുന്നത് വരെ അവർ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒരു നാൾ നമുക്കും എന്താണ് ഒരു ഫ്രീഡം കിട്ടും എന്നുള്ള ആ ഒരു ഹോപ്പ്, ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് അല്ലേ. Stanza 5th explanation. The poet shows the painful and hopeless life of the caged bird. The bird stands on the grave of dreams, which means grave of dreams എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവരുടെ സ്വപ്നങ്ങൾ കുഴിമാടത്തിനുള്ളിൽ കുഴിച്ചിട്ട അവസ്ഥ, അതായത് ഒന്നും അവർക്ക് പുറത്തെടുക്കാനോ ഒന്നും സാധിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. Dreams of flying freely have been killed or destroyed. The bird's shadow screams like a nightmare, showing its deep suffering, fear and emotional pain അല്ലേ. നൈറ്റ്മെയർ കണ്ട് കരയുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ ആ ഒരു സഫറിങ്സ് അല്ലേ, അവരുടെ ആ കഷ്ടപ്പാടുകളുടെ ഒരു ഭയം, പേടി, അവരുടെ ഇമോഷണൽ പെയിൻസ് അല്ലേ, അവരുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ, ഇതൊക്കെയാണ് ആ ഒരു വേർഡ് കൊണ്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നത് അല്ലേ. നൈറ്റ്മെയർ കണ്ട് പൊട്ടിക്കരയുന്ന അവസ്ഥയാണ് അവരുടേത് എന്നുള്ളത്. Again, the poet reminds us that the bird's wings are clipped and feet are tied. It has no physical freedom. The bird cannot escape or fly. But even this situation, the only things left for the bird is its voice. So it sings. The song becomes a cry for help and a powerful symbol of hope, expressing its desire for freedom. അപ്പോൾ എന്താണ്, അവരുടെ കാല് കെട്ടിയിട്ടുണ്ട്, അവരുടെ ചിറകുകളൊക്കെ വെട്ടിയിട്ടുണ്ട് അല്ലേ, അതായത് എല്ലാ ഫ്രീഡവും കട്ടാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും അവർ ഒരു പ്രതീക്ഷ, ഞങ്ങൾക്കും ഫ്രീഡം കിട്ടുമെന്നുള്ള ഒരു ഹോപ്പ് വെച്ചുകൊണ്ട് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ പ്രതിഷേധം പാട്ടിലൂടെ അവർ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ലാസ്റ്റ് സ്റ്റാൻസ, ഇത് നമ്മുടെ ആദ്യം നമ്മൾ കണ്ട 3rd സ്റ്റാൻസ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് റെഫ്രെയിൻ ആണ് അല്ലേ, റെപ്പിറ്റേഷൻ ഓഫ് ദി സ്റ്റാൻസ ഈസ് കോൾഡ് റെഫ്രെയിൻ. ദി കേജ്ഡ് ബേർഡ് സിങ്സ് വിത്ത് എ ഫിയർഫുൾ thrill of things unknown but longed for still, and his tune is heard on this distant hill, for the caged bird sings of freedom. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ.
അതായത് ഫ്രീ ബേർഡ്സ് എന്താണ് അവർക്ക് ഭയത്തോടു കൂടി പേടിയോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഫിയർഫുൾ ട്രിൽ എന്ന് പറഞ്ഞാൽ പേടിയോടുകൂടി അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേടിയോടുകൂടിയുള്ള ശബ്ദത്തോടെ അവരവരുടെ പ്രതിഷേധം തീർത്തുകൊണ്ടിരിക്കുകയാണ് പാട്ടിലൂടെ. ഒരു നാൾ അവർക്കും ഫ്രീഡം കിട്ടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി ഓരോ കൂട്ടിലകപ്പെട്ട ഓരോ കേജ്ഡ് ബേർഡും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രീഡം കിട്ടുമെന്നുള്ള ഒരു ഹോപ്പ്, പ്രതീക്ഷ വെച്ചുകൊണ്ട്. സ്റ്റാൻഡ് നോക്കിയത് പോയിറ്റ് റിപ്പീറ്റ്സ്, വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ പോയിറ്റ് അല്ലേ. ദാറ്റ് ദ കേജ്ഡ് ബേർഡ് സിങ്സ് വിത്ത് ഫിയർ ഇൻ ഇറ്റ്സ് വോയിസ് എ ഫിയർഫുൾ ട്രിൽ. ഫിയർഫുൾ ട്രിൽ മീൻസ് ഭയത്തോടു കൂടിയുള്ള ശബ്ദം. ഷോവിങ് ദാറ്റ് ഇറ്റ് ഈസ് afraid but still hopeful. Even though the bird has never experienced true freedom, things unknown, it still dreams of it and longs for a life where it can fly freely. A caged bird sings the fearful trill, things unknown, longed for still. His tune is heard the distant hill, the caged bird of freedom. The bird's song travels far, even reaching a distant hill, symbolizing that its cry for freedom is powerful and cannot be ignored. Its song is not just music, it is a protest, a prayer, and a symbol of hope. The caged bird sings because its voice is the only freedom it has, and the song represents its ഡീപ്പ് ഡിസയർ ഫോർ ലിബറേഷൻ. അപ്പോൾ എന്താണ്, അവർ കൂട്ടിലകപ്പെട്ട ഓരോ കിളികളും ഓരോ ഒപ്രസ്ഡ് പീപ്പിളും എന്താണ് കൂട്ടിൽ ആ ഒരു റെസ്ട്രിക്ഷൻസിനുള്ളിൽ, ആ ഒരു അതിർവരമ്പുകൾക്കുള്ളിൽ അവർ പാട്ട് പാടുന്നത്. അതെന്താണ്, അവരുടെ ഒരു പ്രതിഷേധ ഗാനമാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. എന്തിന് ഞങ്ങൾ പോലും അറിയാത്ത അൺനോൺ തിങ്സിന് ഞങ്ങൾ എന്തിനിങ്ങനെ, ഞങ്ങളുടെ ഫ്രീഡം എന്തിന് കട്ടാക്കിയിരിക്കുന്നു, എന്തിന് ഞങ്ങളിങ്ങനെ കൂട്ടിലകപ്പെട്ട കിളികളെപ്പോലെ ആക്കിയിരിക്കുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലവർ ആ ഒരു സോങ്ങിൽ അവർ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവർ പ്രയർ അല്ലേ, അവർ പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഇതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പ്രയർ, അവരുടെ പ്രാർത്ഥന നമുക്കിതിൽ കാണാം. അവരുടെ പ്രതിഷേധം, അവരുടെ പ്രൊട്ടസ്റ്റ് നമുക്കിതിൽ കാണാം. പിന്നെന്താണ്, സിമ്പിൾ ഓഫ് ഹോപ്പ്, അവരുടെ ഒരു പ്രതീക്ഷയും നമുക്ക് ഈ ഒരു സോങ്ങിലൂടെ കാണാൻ സാധിക്കും. അവർക്ക് ഒരു നാൾ ഇതിൽ നിന്നൊരു മോചനം വേണം, ഫ്രീഡം വേണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഓരോ കൂട്ടിലകപ്പെട്ട ഓരോ കേജ്ഡ് ബേർഡ്സും അവരുടെ ഈ പാട്ടുകൂട്ടിലിരുന്ന് പാടുന്ന ഓരോ പാട്ടിലൂടെയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പോയത്തിൻ്റെ മെസ്സേജ്, ദ പോയം ടീച്ചേഴ്സ് ദാറ്റ് ഫ്രീഡം ഈസ് പ്രഷ്യസ് ആൻഡ് ഷുഡ് ബി എൻജോയ്ഡ് ബൈ ഓൾ അല്ലേ. ഫ്രീഡം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ള, ഭയങ്കര വിലമതിക്കാനാവാത്തൊരു കാര്യമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. പക്ഷേ അതെങ്ങനെയാണ് ഒരു കൂട്ടർക്ക് മാത്രം കിട്ടാനുള്ളത്, മറ്റൊരാൾക്ക് അവർക്ക് ഫ്രീഡം കട്ടാക്കാനുള്ളതല്ല. ആർക്കും അതിനുള്ള അവകാശമില്ല അല്ലേ, എല്ലാവർക്കും ഉള്ളതാണ്. അതെല്ലാവരും എൻജോയ് ചെയ്യേണ്ടതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഫ്രീഡം ഓരോരുത്തരുടേതുമാണ്, ഒരാൾക്കും കട്ടാക്കാനോ അതില്ലാണ്ടാക്കാനോ ഒരു റൈറ്റും ഇല്ല അല്ലേ. ദെൻ പിന്നെന്താ നമ്മൾ ഈ ഒരു പോയത്തിലൂടെ കണ്ടത്, ഇറ്റ് ആൾസോ റിമൈൻഡ്സ് അസ് ദാറ്റ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് മൊമെൻറ്റ്സ് ദ സ്പിരിറ്റ് കണ്ടിന്യൂസ് ടു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആൻഡ് ഫ്രീഡം. നമ്മളുടെ ഫ്രീഡം അത് ആർക്കും കട്ടാക്കാൻ അവകാശമില്ല. ഇനി ആരെങ്കിലും അത് കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫ്രീഡം നമ്മളുടേതാണ്. ആ കിട്ടുന്നത് വരെ അതിന് വേണ്ടി നമ്മൾ പൊരുതുക തന്നെ വേണം. അല്ലെങ്കിൽ എൻ്റെ ഫ്രീഡം പോയി എന്നും പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. അത് കിട്ടും വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫൈറ്റ് ചെയ്യുക വേണം എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു പോയത്തിലൂടെ നമ്മൾ പഠിച്ചു. രണ്ട് മെസ്സേജസാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയത് അല്ലേ. ഇനി കുറച്ച് മെറ്റഫർ പോയറ്റിക് ഡിവൈസസ് വരുന്നുണ്ട്. മെറ്റഫർ എന്താണ്, അതായത് കമ്പാരിസൺ ആണ് അല്ലേ. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ. ഇവിടെ എന്താണ്, ഫ്രീ ബേർഡും കേജ്ഡ് ബേർഡും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഫ്രീ ബേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രിവിലേജ്ഡ് പീപ്പിൾ അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് പീപ്പിൾ. കേജ്ഡ് ബേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒപ്രസ്ഡ് പീപ്പിൾ. അപ്പം ഫ്രീ ബേർഡും കേജ്ഡ് ബേർഡും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് പീപ്പിളും ഒപ്രസ്ഡ് പീപ്പിളും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടുത്തെ മെറ്റഫർ. പിന്നെ വിഷ്വൽ ഇമാജറി, അതായത് വിഷ്വലി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് ഓറഞ്ച് സൺറൈസ് അല്ലേ. സൺറൈസിൻ്റെ ആ ഓറഞ്ച് കളർ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂര്യകിരണങ്ങൾ, ഓറഞ്ച് കളറുള്ള സൂര്യകിരണങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഫാറ്റ് വേംസ്, അതായത് തടിയൻ പുഴുക്കൾ നമുക്ക് ഇമാജിൻ ചെയ്ത് അതിൻ്റെ പിക്ചർ നമ്മൾ മൈൻഡിൽ കൊണ്ടുവരാം. വിഷ്വൽ ഇമാജറിക്ക് എക്സാമ്പിളാണ്. അതുപോലെ ബാൾസ് ഓഫ് റേജ് അല്ലേ, ബാൾസ് ഓഫ് ആങ്കർ, അതായത് ഇരുമ്പഴിക്കുള്ളിൽ, ദേഷ്യത്തിൻ്റെ ഇരുമ്പഴിക്കുള്ളിൽ അകപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. കൂടിൻ്റെ ആ ബേർഡ്സിൻ്റെ ഇരുമ്പഴി അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കിളിക്കൂട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമാജിൻ ചെയ്യാം. പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ക്വാളിറ്റീസ് ഹ്യൂമൻ അല്ലാത്ത ആൾക്ക് ഒരു വസ്തുവിനൊക്കെ കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഹ്യൂമൻ ക്വാളിറ്റി ടു ദ ബേർഡിനാണ് കൊടുത്തിട്ടുള്ളത്. ഡേഴ്സ് ടു ക്ലെയിം ദ സ്കൈ ഷാഡോ ഷൗട്ട്സ്, അതായത് എന്താണ്,
ഇവിടെ എന്താ ആകാശത്തു കൂടെ ഭയങ്കര ധൈര്യത്തോടു കൂടി അവർക്ക് അത്രയും ഫ്രീഡത്തോടു കൂടി എൻജോയ് ചെയ്ത് പറക്കുകയാണെന്നൊക്കെ പറയാം. അപ്പോൾ ധൈര്യം എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി, അതാണ് പക്ഷിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡയേഴ്സ് ടു ക്ലൈംബ് ദി സ്കൈ. അതുപോലെ ഷാഡോ ഷൗട്ട്സ്, നൈറ്റ് മെയറിൻ്റെ കേസ്, അതായത് എന്താണ് സ്വപ്നം കണ്ട് സ്ക്രീം ചെയ്യുന്ന, അലറി വിളിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഓരോ കേജ്ഡ് ബേഡ്സിനും. അപ്പോൾ എന്താണ് സ്വപ്നം കാണുക എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്, അതാണ് ബേർഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ അലിട്രേഷൻ, റിപ്പിറ്റേഷൻ ഓഫ് ദി കോൺസണൻറ്റ് സൗണ്ട് അല്ലേ, ഓരോ ലൈനിൻ്റെയും ഉള്ള തൊട്ടടുത്ത വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം കോൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുക. ഇവിടെ സെൽഡം, സി, ഇത് രണ്ടും സ് എന്ന് പറഞ്ഞ കോൺസണൻറ്റ് സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അലിട്രേഷൻ എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ ഹിസ് ഷാഡോ ഷൗട്ട്സ് അല്ലേ, കോൺസണൻറ്റ് സൗണ്ടാണ് അലിട്രേഷൻ എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ റെഫ്രെയിൻ, അതായത് നമ്മൾ തേർഡ് സ്റ്റാൻസ അതേപോലെ വീണ്ടും സിക്സ്ത് സ്റ്റാൻസയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. റിപ്പിറ്റേഷൻ ഓഫ് ദി സ്റ്റാൻസ ഈസ് കോൾഡ് റെഫ്രെയിൻ. കേജ്ഡ് ബേർഡ് എന്ന് തുടങ്ങുന്ന ഒരു സ്റ്റാൻസ. അടുത്തത് സിംബലൈസിങ്. ബേർഡ്സ് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് സോഷ്യൽ കണ്ടീഷൻസിനെയാണ്, അതായത് പ്രിവിലേജ്ഡ് പീപ്പിൾസിനെയും പ്രിവിലേജ്ഡ് പീപ്പിളിനെയും അതുപോലെ ഒപ്രസ്ഡ് പീപ്പിൾ. അപ്പോൾ ബേർഡ്സ് ഡിഫറെൻറ്റ് സോഷ്യൽ കണ്ടീഷൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ സ്കൈ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യുന്നത്? ലിമിറ്റ്ലെസ് ഫ്രീഡം അല്ലേ, അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യത്തെയാണ് സ്കൈ എന്നതുകൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. കേജ് അല്ലേ, കിളിക്കൂട് എന്തിനാണ് സിംബലൈസ് ചെയ്തത്? റെപ്രസെൻറ്റ്സ് ഒപ്രഷൻസ്, അടിച്ചമർത്തലുകളെയും റെസ്ട്രിക്ഷൻസ്, ഒരുപാട് അതിർവരമ്പുകളും അല്ലേ റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നതും. റേസിസം, അതായത് വിവേചനങ്ങൾ, കളർ വിവേചനം പോലെയുള്ള കളർ ഡിസ്ക്രിമിനേഷനൊക്കെ സംഭവങ്ങൾ അല്ലേ, വർണ്ണ വിവേചനം, അങ്ങനെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കേജ് അല്ലെങ്കിൽ ഫ്രീഡം കട്ടാക്കുന്നത്. ഇതൊക്കെയാണ് കേജ് കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ മക്കൾസ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ.